നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തടസ്സമില്ലാത്ത റോഡ് ശൃംഖല എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ 60 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി 2028 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലശ്ശേരി കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം മുഖ്യമന്ത്രി നാടിനായി സമർപ്പിച്ചു. ചൂരൽമല ദുരന്ത ബാധിതരോട് ജപ്തി ഭീഷണി നടത്തിയ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് സമീപനത്തിൽ മാറ്റം വന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ വലിയ വാർത്തയാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പുതുമയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ SFI യൂണിയൻ പരിപാടിയിൽ വിശദീകരണം തേടി VC. ഗവർണർക്കെതിരായ ഉള്ളടക്കം പരിപാടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് VCയുടെ ആവശ്യം. സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 62,000 കോടിയുടെ വികസനം കിഫ്ബി പദ്ധതികൾ വഴി കൊണ്ടുവരാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി ഫണ്ടിലൂടെ യാഥാർത്ഥ്യമാക്കിയ ഉമ്മൻചിറപ്പുഴക്ക് കുറുകെ നിർമ്മിച്ച ചേക്കൂപ്പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നാടിനായി മുഖ്യമന്ത്രി സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. തടസ്സമില്ലാത്ത റോഡ് ശൃംഖല എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്താകെ 60 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി 2028 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൽ 1800 കോടി രൂപ കിഫ്ബി വഴിയാണ് ചെലവഴിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ റോഡ് ഗതാഗതത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ റെയിൽവേ മേൽപ്പാലങ്ങൾ ഒഴിച്ചുകൂടാത്തതാണ്. ആ കാഴ്ചപ്പാടോടെയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതിൽ 1800 കോടി രൂപ കിഫ്ബി വഴിയാണ് ചെലവഴിക്കുന്നത്. കേരളത്തിൽ റോഡ് ഗതാഗതത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ റെയിൽവേ മേൽപ്പാലങ്ങൾ ഒഴിച്ചുകൂടാത്തതാണ്. ആ കാഴ്ചപ്പാടോടെയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല, അവ കാലതാമസം കൂടാതെ പൂർത്തീകരിക്കുകയാണ് സർക്കാർ. ജനവിശ്വാസം അല്പം പോലും മുറിയാതെ കാത്തുസൂക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേയുടെയും കിഫ്ബിയുടെയും സഹായത്തോടെ 36,37 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയത്. 26.31 കോടി രൂപ സംസ്ഥാന വിഹിതവും 10 കോടി രൂപ റെയിൽവേ വിഹിതവുമാണ്. 16.25 ലക്ഷം രൂപ സ്ഥലമെടുപ്പിന് മാത്രം ചെലവിട്ടു. 123.6 സെന്റ് സ്ഥലം 27 പേരിൽ നിന്നും ഏറ്റെടുത്തു. സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പലതരത്തിലും പ്രയാസമുണ്ടായിരുന്നു. പദ്ധതി നാടിന് ഉപകാരപ്രദമാണെങ്കിലും ചിലർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന ഒരു ഭരണ സംസ്കാരമാണ് കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായി ഈ ഭരണ സംസ്കാരത്തിലുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വികസന പ്രവർത്തനങ്ങൾക്കും സ്ഥലം സൗജന്യമായി വിട്ടുനൽകാൻ പലരും തയ്യാറാകുന്നത്. വാഗ്ദാനങ്ങൾ പലപ്പോഴും നാം വലിയ കേൾക്കാറുണ്ട്. പക്ഷേ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല, അവ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നതാണ് സർക്കാർ ചെയ്യുന്നതെന്ന് അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. 5 വർഷം കൊണ്ട് 100 പാലം എന്നുള്ള ലക്ഷ്യം 3 വർഷവും 8 മാസവും പൂർത്തീകരിച്ചപ്പോൾ തന്നെ നമുക്ക് യാഥാർത്ഥ്യമാകാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് 147ാമത്തെ പാലമാണ് നാടിന് സമർപ്പിക്കുന്നത്.
നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ വിശിഷ്ടാതിഥിയായി. 2016 തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കി. എത്ര കാലമായി ആ പാലം യാഥാർത്ഥ്യം. തലശ്ശേരിയുടെ കുറുവള്ളി മേൽപ്പാലവും ഇതുപോലെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമായിരുന്നു. ഒന്നാമത് പിണറായി സർക്കാർ കിഫ്ബി എന്ന പദ്ധതി ഉണ്ടാക്കിയപ്പോഴാണ്, ബജറ്റിന് പുറത്ത് വികസനത്തിന് വേണ്ടി ഉണ്ടാക്കിയ കിഫ്ബിയിലൂടെയാണ് ഈ പദ്ധതി സമർപ്പിക്കുന്നത്. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ, നഗരസഭാ കൗൺസിലർ ടി കെ സാഹിറ, RBDCK മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ്, RBDCK ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി ദേവേശൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CK രമേശൻ, സജീവ് മാറോളി, CP ഷൈജൻ, അഡ്വക്കേറ്റ് കെ ലത്തീഫ്, കെ സുരേഷൻ, സന്തോഷ് വി കരിയാട്, BP മുസ്തഫ, കെ മനോജ്, VK ഗിരിജൻ എന്നിവർ സംസാരിച്ചു. പ്രത്യേക സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃക ഉപയോഗിച്ചിട്ടാണ് റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ 314 മീറ്റർ നീളത്തിൽ പാലം നിർമ്മിച്ചത്. 10.05 മീറ്റർ വീതിയാണ് ഈ പാലത്തിനുള്ളത്. പൈൽ ക്യാപ്പ് എന്നിവ കോൺക്രീറ്റും പിയർ ക്യാപ്പ്, ഗർഡർ എന്നിവ സ്റ്റീലും ഡക്സ് മാബ് കോൺക്രീറ്റുമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ്. സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 62,000 കോടിയുടെ വികസനം കിഫ്ബി പദ്ധതികൾ വഴി കൊണ്ടുവരാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി ഫണ്ടിൽ നിന്ന് പിണറായി ഗ്രാമപഞ്ചായത്തിലെ ഉമ്മഞ്ചിറ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചേക്കുപാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് RCB ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2017 ബജറ്റിൽ വരൾച്ച പ്രതിരോധത്തിന് പുഴകളെ തന്നെ റിസർവോയറുകളാക്കി മാറ്റാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ 30 റെഗുലേറ്ററുകൾ കിഫ്ബി ഫണ്ടിങ്ങിലൂടെ നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചിരുന്നു. അതിലൊന്നാണ് ഇവിടെ യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അഞ്ചരക്കണ്ടിപ്പുഴയുടെ കൈവഴിയായ ഉമ്മഞ്ചിറ പുഴയിൽ പിണറായി എരഞ്ഞോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. 36.77 കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി ചെലവിട്ടത്. 48 മീറ്റർ നീളത്തിൽ റെഗുലേറ്ററും ഇരുവശത്തും 42 മീറ്റർ പാലവും അപ്രോച്ച് റോഡും ഇതിൻ്റെ ഭാഗമാണ്. 3.5 കിലോമീറ്റർ നീളത്തിൽ ഇരുകരയിലും കയർഭൂ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് സംരക്ഷണ ബണ്ടും മത്സ്യകൃഷിക്കായി 12 സ്ക്വീസുകളും സജ്ജമാക്കിയിട്ടുണ്ട്. 2.5 മീറ്റർ ഉയരത്തിൽ വെള്ളം ശേഖരിക്കാൻ സാധിക്കുന്ന വിധം വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന മെക്കാനിക്കൽ ഷട്ടറുകളോട് കൂടിയതാണ് റെഗുലേറ്റർ. 3.50 കിലോമീറ്ററോളം നീളത്തിൽ ജലസംഭരണം സാധ്യമാകും. എരഞ്ഞോളി പിണറായി പഞ്ചായത്തുകളിലെ കുടിവെള്ള ദൗർലഭ്യത്തിനും ഉപ്പുവെള്ളം കയറിയുള്ള കൃഷിനാശത്തിനും ശാശ്വത പരിഹാരമാണ് ഈ പദ്ധതി. പദ്ധതി പ്രവർത്തന സജ്ജമായതോടെ 1360 ഏക്കറിൽ കൃഷി ഇറക്കാനാകും. തലശ്ശേരി വഴി കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡായ തലശ്ശേരി അഞ്ചരക്കണ്ടി റോഡിലെ കാലപ്പഴക്കം ചെന്ന ചേക്കുപാലത്തിന് പകരം പുതിയ പാലം വേണ്ടതിനാൽ റെഗുലേറ്ററിന് മുകളിൽ പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ട്. കൊയിലാണ്ടി വടകര ഭാഗത്തുള്ളവർക്കും തലശ്ശേരി വഴി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത്. സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 62,000 കോടി വികസനം കിഫ്ബി പദ്ധതികൾ വഴി കൊണ്ടുവരാനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിൽ 2 പഞ്ചായത്തുകളെ, പിണറായി എരഞ്ഞോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. 36,77 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവിട്ടത്. ചേക്കുപാലം നമ്മുടെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന തലശ്ശേരി അഞ്ചരക്കണ്ടി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള പാലം ഇടുങ്ങിയതും ദുർബലവുമായതിനെ തുടർന്നാണ് തൊട്ടടുത്തായി പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പാലം യാഥാർത്ഥ്യമായതോടെ നമ്മുടെ ജില്ലയിലുള്ള തലശ്ശേരി ഭാഗത്തുള്ളവർക്ക് മാത്രമല്ല, കൊയിലാണ്ടി, വടകര മുതലായ പ്രദേശങ്ങളിൽ നിന്ന് തലശ്ശേരി വഴി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക്
എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡായി ഇത് മാറുകയാണ്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല. ഇവിടെ പ്രസ്താവിച്ചതുപോലെ പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പ്രവൃത്തി ഏറ്റെടുത്തത്. സമയബന്ധിതമായി തന്നെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിന് പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനിയെ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇതിനുള്ള പണം നാം കണ്ടെത്തിയത് കിഫ്ബി മുഖേനയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല പദ്ധതികളും കിഫ്ബിയുടെ പണം ചെലവഴിച്ചാണ് നമുക്ക് നടപ്പാക്കാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് പല മേഖലയിലും നല്ല തോതിൽ വികസനം കൈവരിക്കാൻ കഴിയും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായി. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ മുഖ്യാതിഥിയായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി, KIIDC CEO S തിലക്, പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ, എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ മാസ്റ്റർ, എരഞ്ഞോളി പഞ്ചായത്ത് അംഗം കെ ഷക്കീൽ, പിണറായി പഞ്ചായത്ത് അംഗം P ജസ്ന, ഇറിഗേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചീഫ് എഞ്ചിനീയർ ബിനോയ് ടോമി ജോർജ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ K ശശിധരൻ, CN ചന്ദ്രൻ, VA നാരായണൻ, ജോയ് കൊന്നക്കൽ, KK ജയപ്രകാശ്, RK ഗിരിധർ, NP താഹിർ എന്നിവർ സംസാരിച്ചു. ചൂരൽമല ദുരന്തബാധിതരോട് ജപ്തി ഭീഷണി നടത്തിയ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് സമീപനത്തിൽ മാറ്റം വന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ വലിയ വാർത്തയാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പുതുമയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നവീകരിച്ച കാപ്പുമ്മൽ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഉദ്ഘാടനത്തിലെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിനെ സ്വീകരിച്ചാനയിച്ചത്. പലിശ ഭീഷണിയിൽ നിന്ന് സാധാരണ ജനങ്ങളെ മോചിപ്പിക്കുന്ന ശക്തിയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് ചില മാധ്യമങ്ങൾ പ്രത്യേക താൽപര്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും പല കുപ്രചരണങ്ങളും അതിജീവിച്ചാണ് സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില മാധ്യമ പ്രവർത്തകർ വരെയുണ്ട്. ഇവിടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് പ്രസംഗത്തെ ചൂണ്ടിക്കാട്ടിയില്ലേ, ഏതെങ്കിലും സംഭവത്തെ പർവ്വതീകരിക്കുക. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ജനകീയ പിന്തുണ അത് പെട്ടെന്നുണ്ടായതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവത്തെ പർവ്വതീകരിച്ച് സഹകരണ പ്രസ്ഥാനങ്ങളാകെ മോശമാണ്, സഹകരണ ഭരണസമിതികൾ മോശമാണ്, അതിലെ ജീവനക്കാരാകെ മോശമാണ്, ഇതാകെ ഒരു കൊള്ളസംഘമാണ് എന്ന പ്രചരണത്തിലൂടെ സഹകരണ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുകയും അതിന് പകരം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ തന്നെ ഈ കേരളത്തിലേക്കും പലിശ കൊള്ള സംഘങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ള താല്പര്യമാണ് ഇതിൻ്റെ പിന്നിൽ. ഈ താല്പര്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ പോലെ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ അത്ര പെട്ടെന്ന് ദുർബലപ്പെട്ടു പോകാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് കേരളത്തിലൊരു സർക്കാരുണ്ട്. ആ സർക്കാരുള്ള കാലത്തോളം കണ്ണിലെ കൃഷ്ണമണി പോലെ സഹകരണ പ്രസ്ഥാനങ്ങളെ കാത്തു സംരക്ഷിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇനി കേരളത്തിന് വരുന്ന പ്രതിസന്ധികളിൽ കൈത്താങ്ങായി സഹകരണ പ്രസ്ഥാനങ്ങൾ മാറാറുണ്ട്. പ്രളയം വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ പല പല ഘട്ടങ്ങളിലും സഹകരണ പ്രസ്ഥാനങ്ങൾ നാട്ടിലെ ജനങ്ങൾക്കാകെ സഹായകരമാകുന്ന സ്ഥിതിയിലേക്ക് എത്തി.
ഇങ്ങനെ നാടിനോടുള്ള പ്രതിബദ്ധത നിറവേറ്റുന്ന സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുക എന്നുള്ളത് ഒരു നാട് നിലനിൽക്കുക എന്നുള്ളതിന് തുല്യമാണ്. ഒരു നാട്ടിൽ നന്മ നിലനിൽക്കുക എന്നുള്ളതിന് തുല്യമാണ്. ഒരു നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ജീവിതം പ്രയാസകരമല്ലാതെ മുന്നോട്ട് പോകുവാനുള്ള വഴിയൊരുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി സഹകരണ പ്രസ്ഥാനങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ജനതക്കുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ ചടങ്ങിൽ അധ്യക്ഷനായി. നമ്മുടെ ബാങ്കിൻ്റെ നിക്ഷേപം 517 കോടിയാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. ഈ വർധനവുണ്ടായത് കരുവന്നൂർ വിഷയത്തിന് ശേഷം. അന്ന് കേവലം 283 കോടി ഡെപ്പോസിറ്റുള്ള ബാങ്ക് അതിനുശേഷം നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകി സമൂഹത്തിൽ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. സെക്രട്ടറി പി സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. നിക്ഷേപ സ്വീകരണം കണ്ണൂർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ എം കെ സൈബുന്നിസ നിർവഹിച്ചു. അപകട ഇൻഷുറൻസ് ആനുകൂല്യ വിതരണം റബ്കോ ചെയർമാൻ കാരായി രാജൻ നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ, കെ ശശിധരൻ, തലശ്ശേരി സഹകരണാശുപത്രി വൈസ് പ്രസിഡന്റ് ടി സുധീർ, ടി നിസാർ അഹമ്മദ്, സി പ്രദീപൻ, എ പി മോഹനൻ, എം കെ ദിലീപ് കുമാർ, എൻ പി താഹിർ, കെ വി പവിത്രൻ, പി കെ ബിജോയ്, കെ പി അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി MA പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അനഘ പ്രകാശിനെ ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. കതിരൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി MT ശിവാനിയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ ഐവിയുടെ കവർ പ്രകാശനം മന്ത്രി നിർവഹിച്ചു. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹകരണത്തോടെയാണ് GV ബുക്സ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ SFI യൂണിയൻ പരിപാടിയിൽ വിശദീകരണം തേടി VC. ആർട്ടിക്കിൾ 153 എന്ന പരിപാടിയിലാണ് VC വിശദീകരണം തേടിയത്. പരിപാടിക്ക് സർവകലാശാലയുടെ അനുമതിയില്ലെന്നാണ് VCയുടെ വാദം. റിപ്പോർട്ട് സമർപ്പിക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശവും നൽകി. ഗവർണർക്കെതിരായ ഉള്ളടക്കം പരിപാടിയിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് പ്രധാന ആവശ്യം. പാലയാട് ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കോളേജിൽ സംഘടിപ്പിച്ചത്. ആർട്ടിക്കിൾ 153 ഓൾ അബൌട്ട് ഗവർണർ നോട്ട് സഫ്രോണിസം എന്ന പേരിലാണ് പരിപാടി ഒരുക്കിയത്. കൾച്ചറൽ പരിപാടികളും ഭരണഘടന സംബന്ധിച്ച ചർച്ചകളും ഉൾപ്പെടെയാണ് പരിപാടി. ഈ പരിപാടിയിലാണ് സർവകലാശാല VC KK സാജു വിശദീകരണം തേടിയിരിക്കുന്നത്. SFI നടത്തുന്ന പരിപാടിക്ക് സർവകലാശാലയുടെ അനുമതിയില്ലെന്നാണ് VC ചൂണ്ടിക്കാട്ടുന്നത്. VC ഇത്തരത്തിലിറക്കിയ സർക്കുലർ വിവാദമായിരുന്നു. സർവകലാശാല കീഴിലുള്ള കോളേജുകളിൽ നടക്കുന്ന പരിപാടികളുടെ ഉള്ളടക്കം നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നായിരുന്നു സർക്കുലർ. SFI ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധമുയർത്തിയതിനു പിന്നാലെ സർക്കുലർ പിൻവലിച്ചു. സമാനമായാണ് യൂണിയൻ നടത്തുന്ന പരിപാടിയുടെ ഉള്ളടക്കം ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പറയത്തക്ക ചരിത്രമില്ല. വീരപുരുഷനായി ആരാധിക്കുന്ന ആ സവർക്കർ കൊടുത്തിട്ടുള്ള മാപ്പപേക്ഷ ഇന്ന് കേരളത്തിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ കറങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ബോധപൂർവം വർഗീയത വളർത്താൻ വേണ്ടി ഇത്തരം ആഹ്വാനങ്ങളുമായിട്ട് ഇത്തരം ഉത്തരവുകളുമായിട്ട് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഈ ചാൻസലർ VC-മാരെ ഉപയോഗപ്പെടുത്തിയിട്ട് കടന്നു വരുന്നത്. അങ്ങനെയൊന്നും എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കുറെ വർഷമായില്ലേ ഈ കേരളത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്. എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തി. RSSന്റെ ശാഖകൾ ആരംഭിച്ച് കൊടിയ കടന്നാക്രമണം നടത്തിയില്ലേ. എന്നിട്ടൊന്നും കീഴ്പ്പെടാതെ RSSനെ പ്രതിരോധിച്ച ഒരു നാട്, ആ നാടിന്റെ പേരാണ് കേരളം. ആ കേരളത്തെ ചില VC-മാരെയെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് RSSന്റെ തിട്ടൂരമനുസരിച്ച് കേരളത്തെ മാറ്റിമറിച്ചു കളയാം എന്ന വ്യാമോഹവുമായിട്ട് കടന്നു വരുന്ന എല്ലാ RSSന്റെ ഇത്തരം ഉത്തരവുകളെയും കേരളം തള്ളിക്കളയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നട്ടു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഗസ്റ്റ് ഹൗസ് പരിസരത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ P. ഉമ്മർ, പ്രീനന്ദ് മാധവൻ, ജിംഷാദ്, MM രമേശൻ, സഹീർ തുടങ്ങിയവരും മന്ത്രി വീണ ജോർജിനൊപ്പം തൈ നട്ടു. കണ്ണൂർ അമാനി ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. AKCA സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് K. ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി അസോസിയേഷൻ നടപ്പിലാക്കി വരുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803, 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം, പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങളം വില്ലേജ് സമ്മേളനം മുക്കിൽ പീടിക KK അനൂപ് കുമാർ സ്മാരക ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം R അജിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം R അജിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ സംഘടന ഈ പെരിങ്ങളം വില്ലേജിൽ നടത്തിയിട്ടുള്ള അത് ഓരോ പ്രദേശത്തും അതത് സംഘടന ഘടകങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചൊന്ന് ഗൗരവമായിട്ട് പരിശോധിക്കുകയും നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം പോരായ്മകൾ നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ഇനി അങ്ങോട്ടേക്ക് നമുക്ക് എങ്ങനെ പരിഹരിച്ച് പോരായ്മകൾ തിരുത്തി നമ്മുടെ സംഘടനയെ കുറെ കൂടി ഊർജ്ജസ്വലമായിട്ട് കൊണ്ടുപോകുന്നവരും കുറെ കൂടി ആഴത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരും എന്തൊക്കെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക എന്നതെല്ലാമാണ് നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും നമ്മളൊന്ന് പരിശോധിച്ചു പോകേണ്ടത്. ജില്ലാ കമ്മിറ്റി അംഗം KK ശ്രീജ, P സരോജിനി, ഏരിയ കമ്മിറ്റി അംഗം P പ്രേമി, PM ഷിജി, AK ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. CH ഷീജ രക്സാക്ഷി പ്രമേയവും OP അനിത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഷീബ കണ്ണമ്രത്തിനെ പ്രസിഡന്റായും PM ഷിജിയെ സെക്രട്ടറിയായും OP അനിതയെ ട്രഷററായും തെരഞ്ഞെടുത്തു. കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി വാദ്യോപകരണ ശില്പശാലയാണ് സംഘടിപ്പിച്ചത്. തിലാനൂർ LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. കലാ ആചാര്യനിൽ നിന്നും വാദ്യോപകരണങ്ങൾ നേരിട്ടറിയാനായാണ് മേള വിശേഷം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചത്. ചെണ്ട, ചേങ്ങില, ഇലത്താളം, തബല, മൃദംഗം, വയലിൻ, വീണ, പുല്ലാങ്കുഴൽ, ഹാർമോണിയം, ഹാർമോണിക്ക, മെലോഡിക്ക, ഗിറ്റാർ, കീബോർഡ്, ഇടക്ക, ദർബുക്ക തുടങ്ങിയ വാദ്യോപകരണങ്ങൾ വിവിധ കലാകാരന്മാർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. സംഗീത ഉപകരണങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശില്പശാലയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പുതിയ അനുഭവമായി മാറി. പഴയനിരത്ത് മലയാള കലാനിലയം ഹാളിൽ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാത ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ ഉൾപ്പെടെ, അതുപോലെ ഏറ്റവും കാലികമായിട്ടുള്ള വർത്തമാനകാലത്തിൻ്റെ എല്ലാ സാധ്യതകളും ക്ലാസ് മുറികളിൽ ഉപയോഗപ്പെടുത്താൻ വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള സാധ്യതകൾ ഉൾപ്പെടെ, ഇപ്പോൾ AI ആണ് ഏറ്റവും ഒടുവിൽ നമ്മൾ പറയുന്ന അല്ലെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകളെ വരെ ക്ലാസ് മുറികളിൽ ലഭിക്കുന്ന ഒരു കാലത്താണ് ഇന്നത്തെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒട്ടേറെ സംഗീത പരിപാടികൾ, നൃത്ത പരിപാടികൾ നേരിട്ട് കാണാൻ സാധിക്കാത്തവർ TV-യിലെങ്കിലും വീട്ടിലിരുന്ന് കാണുന്നുണ്ടാവും. അപ്പം അത്തരം വേദികളിലൊക്കെ ഞാനും നിങ്ങളും എല്ലാവരും ഒരുപാട് വാദ്യ ഉപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങൾ. കലാമണ്ഡലം മഹേന്ദ്രൻ അധ്യക്ഷനായി. KC ഹരിപ്രസാദ്, K ജിസ്ന, റോജിഷ ധനേഷ്, PV അനിൽ, വിനോദ് നരോത്ത്, P കുമാരൻ, TP ഗംഗാധരൻ, സുരേഷ് ആയിത്തര, സുഭാഷ് മഞ്ചക്കൽ, RNV വർഷമോൾ എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം പാനൂർ ഏരിയ സമ്മേളനം ചുക്ലി VP ഓറിയന്റൽ ഹൈസ്കൂളിൽ നടന്നു. പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി P സെയ്താലിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി നസീർ ഇടവലത്തിനെയും സെക്രട്ടറിയായി CK ശ്രീജേഷിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. നമുക്ക് വേണ്ടി, നാടിന് വേണ്ടി
അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് കേരള പ്രവാസി സംഘം സിന്ദാബാദ് കേരള പ്രവാസി സംഘം സിന്ദാബാദ് കേരള പ്രവാസി സംഘം സിന്ദാബാദ് കേരള പ്രവാസി സംഘം സിന്ദാബാദ് ഏരിയ സമ്മേളനം സിന്ദാബാദ് ഏരിയ സമ്മേളനം സിന്ദാബാദ്. ദുബായിൽ കാർഗോ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നതിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മുകേരി വള്ളിയയിലെ അനഘിൻ്റെ കുടുംബത്തിന് നീതിയും നഷ്ടപരിഹാരവും ഉറപ്പുവരുത്തണമെന്ന് കേരള പ്രവാസി സംഘം പാനൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി പി സൈതാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നസീർ ഇടവലത്ത്, RM അബ്ദുൾ റഹ്മാൻ, പി വത്സൻ, ഒ അനിരുദ്ധൻ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. RM അബ്ദുൾ റഹ്മാൻ അനുശോചന പ്രമേയവും പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സദാനന്ദൻ പാട്യം സംഘടനാ റിപ്പോർട്ടും CK ശ്രീജേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TK രാജീവൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KV മുകുന്ദൻ, P അനിൽകുമാർ, K ബിജു എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ MC ഷാജി സ്വാഗതം പറഞ്ഞു. കരിയാട് അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററിന് സ്വന്തം കെട്ടിടവും സ്ഥലവും സൗജന്യമായി വിട്ടുകൊടുത്ത പ്രവാസി സംഘം കരിയാട് വില്ലേജ് സെക്രട്ടറി പുനത്തിൽ രമേശനെ സമ്മേളനം ആദരിച്ചു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. നസീർ ഇടവലത്തിനെ പ്രസിഡന്റായും TT അഷ്കർ, PB രവി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും CK ശ്രീജേഷിനെ സെക്രട്ടറിയായും RM അബ്ദുറഹ്മാൻ, ഒ അനിരുദ്ധൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും P വത്സനെ ട്രഷറായുമായാണ് സമ്മേളനം തെരഞ്ഞെടുത്തത്. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ സമരസംഗമത്തിന്റെ ഭാഗമായി DYFI പന്നിന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. DYFI പാനൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KP വിവേക് നയിച്ച കാൽനട പ്രചരണ ജാഥ CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം KK പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് 15-ന് പാനൂരിൽ നടക്കുന്ന DYFI സമരസംഗമത്തിന്റെ ഭാഗമായാണ് കാൽനട പ്രചരണ ജാഥ നടത്തിയത്. കിഴക്കേ മനേക്കരയിൽ CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം KK പവിത്രൻ മാസ്റ്റർ ജാഥ ഉദ്ഘാടനം ചെയ്തു. മുമ്പിൽ കാത്തുനിൽക്കുന്ന തൊഴിലില്ലാത്ത പട ഇന്ത്യ രാജ്യത്ത് കൂടുതൽ ശക്തി പ്രാപിച്ചു വന്നിരിക്കുകയാണ്. ഉള്ള തൊഴിലിൽ നിന്ന് ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. പുതിയ തൊഴിൽ സാധ്യത ഇല്ല എന്ന് മാത്രമല്ല, ഉള്ള തൊഴിലിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയും കൂടി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ ജീവിക്കേണ്ടത് എന്നൊരു ചോദ്യമായിട്ട് മാറുകയാണ്. ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു സമയമാണ് DYFI ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം അതിൻ്റെ ഭാഗമായി. രണ്ടാമത് ഇതിൻ്റെ ഒരു മുദ്രാവാക്യം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു മതേതര ഇന്ത്യ വേണം നമുക്ക് എന്നാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിന് വലിയ പാരമ്പര്യമുണ്ട്. എല്ലാ മതങ്ങളും ഭരിച്ച് എല്ലാ മതങ്ങളും ഇവിടെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. ഓരോ മതവിഭാഗത്തെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് തന്നെ ജാഥ ലീഡർ KP വിവേക്, മാനേജർ ദിൽനാദാസ് എന്നിവർ പതാക ഏറ്റുവാങ്ങി. DYFI പന്നിന്നൂർ മേഖലാ സെക്രട്ടറി BM ബിജീഷ് അധ്യക്ഷനായി. ചമ്പാട് മേഖലാ കമ്മിറ്റി സെക്രട്ടറി അമിൽ റാം സ്വാഗതം പറഞ്ഞു. തെക്കേ മനേക്കര, പന്നിന്നൂർ, അരയാക്കുൾ, താഴെ ചമ്പാട്, UP നഗർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മീത്തലെ ചമ്പാട് ജാഥ സമാപിച്ചു. സമാപന സമ്മേളനം CPM പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. KE റുബാത്തിന്റെ പേരിൽ വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിപ്പിന് ശ്രമിക്കുകയാണെന്ന് തലശ്ശേരി ഓടത്തിൽ പള്ളി പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ. KE കുടുംബവുമായോ താവഴികളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ചില തൽപര കക്ഷികളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൗദി അറേബ്യയിൽ മക്കയിൽ ഉണ്ടായിരുന്ന KE റുബാത്തിന്റെ പേരിൽ വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഒരു സംഘം. 10 വർഷം മുൻപ് KE റുബാത്ത് ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ KE കുടുംബമായോ താവഴികളുമായോ യാതൊരു ബന്ധവും ഇല്ലാത്ത ചില തൽപര കക്ഷികളാണ് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നേരത്തെ പോലീസിലും ബന്ധപ്പെട്ട അധികാരികളിലും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത പിരിവുകൾ നടത്തിയിരുന്നത് നിർത്തിവെച്ചിരുന്നു.
അതേ ആളുകൾ വീണ്ടും കണ്ണൂർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പണപ്പിരിവ് നടത്തുക എന്ന ഉദ്ദേശത്തോടെ പുറപ്പെട്ടത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സൗദി ഗവൺമെന്റിന്റെ ഔക്കാഫിൽ നിക്ഷിപ്തമായ KE റുബാത്ത് നഷ്ടപരിഹാര സംഖ്യ വാങ്ങിത്തരാമെന്ന് പ്രലോഭിപ്പിച്ച് KEമാരല്ലാത്ത പലരിൽ നിന്നും വ്യാപകമായി പണം പിരിക്കുന്നതായും ഇവർ ആരോപിച്ചു. ഉണ്ടായിരുന്ന KE റുബാത്തിന്റെ പേരിൽ വീണ്ടും ജനങ്ങളെ പറ്റി തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ വിവാഹവും പ്രയോഗിച്ച് KE കുടുംബത്തിൽ നിന്നും റുബാത്ത് ആക്ഷൻ കമ്മിറ്റി എന്ന ഒരു കള്ള പേരിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കും. അത് പല നമ്മുടെ KEമാരുടെ തറവാട്ടിൽ നിന്നുള്ള ആളുകളെ, അതായത് പാവപ്പെട്ട ആളുകളെ പൈസ പിരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പണ്ട് തലശ്ശേരി 2016 നമ്മൾ ഒരു കേസ് കൊടുത്തിരുന്നു. അത് ആ സമയത്ത് ഇവർ ഇത് മാറി അത് നിർത്തുകയും പിന്നെ അത് വീണ്ടും ഇപ്പോൾ 10 കൊല്ലത്തിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഒരു തട്ടിപ്പ് സംഘം വന്നിട്ട് ഇത് നമ്മുടെ ഈ KE റുബാത്തിൻ്റെ പൈസ ഇത് 5000 കോടി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞും കബളിപ്പിച്ചുകൊണ്ട് അവർ ഇതിൻ്റെ ഒരു ഫണ്ട് റേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫണ്ട് റേസ് ഇതിൻ്റെ ചിലവ് ഇത്രയുണ്ട് എന്നിട്ട് പാവപ്പെട്ട KEമാരിൽ നിന്നും കുറേ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട്. വഖഫ് സ്വത്തിനുള്ള നഷ്ടപരിഹാര സംഖ്യ ആർക്കും വീതിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. KEമാരല്ലാത്തവരടക്കമുള്ളവരെ വഞ്ചിക്കാൻ മാത്രം ഉദ്ദേശിച്ചാണ് പണപ്പിരിവ് നടത്തുന്നതെന്ന് നേരത്തെ തന്നെ ഓടത്തിൽപ്പള്ളി കമ്മിറ്റി 2016 തലശ്ശേരി DYSPക്ക് പരാതി നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വലയിൽപ്പെട്ട് ആരും വഞ്ചിതരാകരുതെന്നും ഇത് സംബന്ധിച്ചുണ്ടാവുന്ന ഒരു നഷ്ടത്തിനും KE കുടുംബം ബാധകമായിരിക്കുകയില്ലെന്നും KE കുടുംബത്തിന്റെ മുഴുവൻ പ്രാധാന്യ സ്വഭാവമുള്ള മഹൽ കമ്മിറ്റിയായ തലശ്ശേരി ഓടത്തിൽപ്പള്ളി പരിപാലന കമ്മിറ്റി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഓടത്തിൽപ്പള്ളി കമ്മിറ്റി ഭാരവാഹികളായ COK അലവി KE, COT അമീർ അലി KE, CKP അബ്ദുറഹ്മാൻ KE, CKP റയീസ് KE, CO അബ്ദുള്ള KE, COT ജംഷിദ് KE, CCO ഫാറൂഖ് KE, CP അൻവർ സാദത്ത് KE എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും.
ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പാനൂരിനടുത്ത മാക്കൂൽ പീടികയിലെ പ്രമുഖ കുടുംബമായ മുളിയിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മാക്കൂൽ പീടികയിലെ അതുല്യയിലാണ് സംഗമ പരിപാടി സംഘടിപ്പിച്ചത്. കെ പി മോഹനൻ MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ അകലത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു കുടുംബസംഗമം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന മുളിയിൽ കുടുംബാംഗങ്ങളെയും അതിന് നേതൃത്വം കൊടുത്തവരെയും ഒക്കെ തന്നെ ഞാൻ എല്ലാവിധത്തിലും അഭിനന്ദിക്കുക. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾ പഴയകാലത്തൊക്കെ തന്നെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അന്യോന്യം സംസാരിക്കുന്നവരായിരുന്നു. പഴയകാലത്ത് എൻ്റെ നാട്ടിലൊരു പഴയ പാട്ടുകളുണ്ട്. അങ്ങ് പൊയിലൂരിന്നും തുവക്കുന്നുമെന്നൊക്കെ തന്നെ പണ്ട് കാലത്ത് തലശ്ശേരിയിലേക്ക് ചക്കയും മാങ്ങയും തേങ്ങയും അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളൊക്കെ തിന്നെടുത്ത് 5ഉം 8ഉം സ്ത്രീകൾ പൊയിലൂരിൽ നിന്നൊക്കെ തന്നെ നടന്നിട്ടാണ് പോകാറ്. പോകുമ്പോഴൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോയി കുടുംബകാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും അതും ഇതും ഒക്കെ തന്നെ പറഞ്ഞ് തലശ്ശേരിയിൽ എത്തി. അന്ന് ബസ്സൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ അവിടുന്ന് പഞ്ചസാരയും അതുപോലുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ തന്നെ വാങ്ങി. മുളിയിൽ കുമാരൻ അധ്യക്ഷനായി. മുളിയിൽ കുടുംബചരിത്രം ബാനു മാസ്റ്റർ യോഗത്തിൽ വിവരിച്ചു. മുളിയിൽ ദാമോദരൻ, അശോകൻ, ഡോക്ടർ പുരുഷോത്തമൻ, ബാലകൃഷ്ണൻ, പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും യോഗത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ M. മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ പിന്നണി ഗായകൻ M. മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഒരു പ്രത്യേകത, ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഉടനെ പാടാം. സാർ തൊണ്ടൊക്കെ സുഖമില്ല സാർ, ബുക്ക് കിട്ടിയില്ല സാർ, ഇങ്ങനെ ഓരോ എക്സ്ക്യൂസസും പറയില്ല. കാരണം നമ്മളോട് ഒരാൾ പാടാൻ പറഞ്ഞു, അയാൾക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിലല്ല പാടാൻ പറയുന്നത്. ചെറുപ്പക്കാരായിരിക്കും, ആയിക്കോട്ടെ എന്ന് പാടിക്കളയാം. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ അധ്യാപകരോ മുതിർന്നവരോ സുഹൃത്തുക്കളോ ചങ്ങാതി ക്ലാസ്സിൽ പഠിക്കുന്നവർ ആരെങ്കിലും നിങ്ങൾക്കൊരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതൊന്ന് പ്രയോഗിക്കാൻ പറഞ്ഞാൽ ഒരു ഒഴിവുകളും കാണിക്കരുത്. ഞാൻ സ്കൂൾ മാഷായിരുന്നപ്പോൾ ദിവസവും രാവിലെ 400-ലധികം കുട്ടികൾ എന്റെ പ്രസംഗം കേൾക്കുമായിരുന്നു, എന്റെ പാട്ട് കേൾക്കുമായിരുന്നു. ഞാൻ അസംബ്ലിയിൽ കുറച്ച് 2 വക കുറച്ചൊക്കെ കുട്ടികളുണ്ട്. LKG മുതൽ 10 സ്കൂളാണ്. ഇപ്പൊ ഞാൻ പാടുന്ന പാട്ട് മിനിമം 5000 ആൾ കേൾക്കുന്നുണ്ട്. ഒരു 1000-ലധികം ആളുകളായാലും എനിക്ക് കമന്റ് അടിക്കുന്നുണ്ട്. ചിലരുടെ ബമ്പം തെറി പറയുന്നുണ്ട്. അതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ സഹായം. എന്താണ്, നമുക്കിനി പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പാടാൻ കഴിവുണ്ടോ, കഥ പറയാൻ കഴിവുണ്ടോ, പ്രസംഗിക്കാൻ കഴിവുണ്ടോ, വിമർശിക്കാൻ കഴിവുണ്ടോ, ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടോ, ശാസ്ത്ര പ്രദർശനങ്ങൾ ചെയ്യാൻ കഴിവുണ്ടോ. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ റമീസ് പാറാൽ അധ്യക്ഷനായി. സീനിയർ അസിസ്റ്റന്റ് MC ഷിജില, സ്റ്റാഫ് സെക്രട്ടറി P. ഇസാഖ്, SRG കൺവീനർ KK അനസ്, T. സാദ്, P. നിസാർ എന്നിവർ സംസാരിച്ചു. പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടിപർപ്പസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആദ്യ സംരംഭം കർഷകമിത്ര വളം ഡിപ്പോ പ്രവർത്തനം ആരംഭിച്ചു. മനേക്കര പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് കർഷകമിത്ര വളം ഡിപ്പോ പ്രവർത്തനം ആരംഭിച്ചത്. തലശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ മാത്രമല്ല മറ്റിതര മേഖലകളിൽ കൂടി സംരംഭങ്ങൾ ആരംഭിക്കാനും തൊഴിൽ പരിശീലനം നൽകാനും തൊഴിൽ പ്രദാനം ചെയ്യാനുമെല്ലാം ഈ സഹകരണ സംഘത്തിന് സാധ്യതയുള്ളതാണ്. എന്നാൽ വലിയ സാമ്പത്തിക ബാധ്യതകളും സാങ്കേതികമായ പിന്തുണയും ആവശ്യമുള്ളതാണ് അത്തരത്തിലുള്ള ഓരോ നീക്കവും. അതെല്ലാം കൂടുതൽ ഫലപ്രദമായി ഏറ്റെടുക്കാൻ
സർക്കാരിനെയും മറ്റ് ഏജൻസികളെയും എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വിവരിക്കുന്ന മറ്റിതര സംരംഭങ്ങളിലേക്കും പരിശീലന പരിപാടികളിലേക്കുമെല്ലാം ഈ സഹകരണ സംഘത്തിന് പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്നും അത്തരത്തിൽ ഒരു സഹകരണ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ കക്ഷിരാഷ്ട്രീയാതീതമായി മറ്റെല്ലാ വിഭാഗീയതകൾക്കും ഉപരിയായി നാടിന്റെ ഒരു പൊതു സംവിധാനം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് പനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷയായി. പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണിലാൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കർഷകരായ VP ശ്രീധരൻ, E ഭാസ്കരൻ എന്നിവർ ഏറ്റുവാങ്ങി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KP ഭാർഗവൻ, PK ഹനീഫ, പന്നന്നൂർ രാമചന്ദ്രൻ, സന്തോഷ് ഒടക്കാത്ത് എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി സെക്രട്ടറി NB രാജൻ സ്വാഗതവും പ്രസിഡന്റ് KP ശശിധരൻ നന്ദിയും പറഞ്ഞു. കർഷകർക്ക് ആവശ്യമായ എല്ലാവിധ രാസ ജൈവവളങ്ങളും മികച്ച ഇനം തെങ്ങ്, കവുങ്ങ് തൈകൾ, വാഴക്കന്നുകൾ എന്നിവ ഇവിടെ ലഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തടസ്സമില്ലാത്ത റോഡ് ശൃംഖല എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ 60 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി 2028 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലശ്ശേരി കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം മുഖ്യമന്ത്രി നാടിനായി സമർപ്പിച്ചു. ചൂരൽമല ദുരന്തബാധിതരോട് ജപ്തി ഭീഷണി നടത്തിയ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് സമീപനത്തിൽ മാറ്റം വന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ വലിയ വാർത്തയാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പുതുമയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ SFI യൂണിയൻ പരിപാടിയിൽ വിശദീകരണം തേടി VC. ഗവർണർക്കെതിരായ ഉള്ളടക്കം പരിപാടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് VCയുടെ ആവശ്യം. സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 62,000 കോടിയുടെ വികസനം കിഫ്ബി പദ്ധതികൾ വഴി കൊണ്ടുവരാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി ഫണ്ടിലൂടെ യാഥാർത്ഥ്യമാക്കിയ ഉമ്മൻചിറ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചേക്കൂപ്പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നാടിനായി മുഖ്യമന്ത്രി സമർപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.